അതിനകത്ത് വിശ്വാസികളല്ലാത്തവരും തമ്മിലുള്ള പ്രശ്നമൊന്നുമില്ല. അവരെല്ലാവരും വിശ്വാസികൾ തന്നെയാണ്. അവിടെ കാട്ടിലെ വനത്തിൽ താമസിക്കുന്നതായിട്ടുള്ള ആളുകളാണ് ഈ സമരത്തിൽ നിൽക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കുറച്ച് ദിവസമായിട്ട് വലിയ വൈത്താരിയായിട്ട് നടക്കുന്നത്. അവരുടെ കാര്യമാണ് പറയുന്നത്. അവരെ കാണികളുടെ അവര് താമസിക്കുന്ന ഇടങ്ങളിൽ പോയി കാണാനും മറ്റുമൊക്കെയുള്ള പരിശ്രമം നടത്തിയെന്നാണ് ഞാൻ കേട്ടത്. വേറെ ആരും പുറത്തുനിന്ന് പോയല്ല ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അവിടെ താമസിക്കുന്ന ആളുകൾ തന്നെയാണ്. അവരെല്ലാം ഈശ്വര ഭക്തരും അയ്യപ്പ ഭക്തരും തന്നെയാണ്. അതുകൊണ്ട് പ്രത്യേകം പുറത്തുനിന്ന് വിശ്വാസി എന്നങ്ങ് അവിടെ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. അവിടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും. അതൊന്നും യാതൊരു പ്രശ്നമുള്ളതല്ല. അവിടെ BMS ഉണ്ട്, അവിടെ ATC ഉണ്ട്, INTC ഉണ്ട്, CIT ഉണ്ട്. എല്ലാ സംഘടനകളും ഈ പ്രക്ഷോഭത്തിന്റെ പാതയിലാണ്. അതിനെന്തിനാ വിശ്വാസികളെന്നും വിശ്വാസികളല്ലാത്തവരും തരംതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഒരു നിമിഷം താങ്കളൊന്ന് ടെലിഫോണിലേക്ക് തുടരണം. ശ്രീ പ്രയാർ, താങ്കൾക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ? ഇപ്പോ മന്ത്രി ഈ കാര്യത്തിൽ സുവ്യക്തമായ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അത് മാത്രമേ പറയാൻ. നാളെ അത് ഇടപെടുകയും അതിലൊരു തീർപ്പുണ്ടാക്കുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാനും അത് പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഒരു തർക്കം കിടക്കുകയാണല്ലോ ഇതിൽ. ഒരു ഒരു മുൻകൈ എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകും. പക്ഷേ ഒരു മന്ത്രി പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ട് നാളെ ഇതെല്ലാം അങ്ങ് തീരാൻ പോകുന്നില്ല. ആ തർക്ക വിഷയങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സഹകരണ മനോഭാവം, മുൻകൈ താങ്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ ആദിവാസികളടക്കമുള്ള ഇവിടത്തെ അട്ടത്തോടാണെങ്കിലും ചാലക്കയമാണെങ്കിലും പമ്പയാണെങ്കിലും അവരെയൊക്കെ ഇതിൽ സഹകരിപ്പിക്കണം എന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. ശരി, ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. മിനിസ്റ്റർ, ഒരു നിമിഷം. ഇവിടെ BJP വക്താവ് JR പത്മകുമാറും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ JR, നിങ്ങളുടെ തൊഴിലാളി സംഘടനയും ഇതേ ആവശ്യവുമായി സമരരംഗത്തുണ്ട്. എന്നിട്ടാണ് നിങ്ങൾ സർക്കാർ ഇത് തകിടം മറിക്കാൻ ശ്രമിക്കുകയാണ്, വിശ്വാസികൾ ഈ വിഷയം ഏറ്റെടുക്കുമെന്ന് പറയുന്നത്? അല്ല, ഇതിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഗവൺമെന്റിന്റെ ഇടപെടലാണ് ഇതിൽ പ്രധാനം. അല്ല, നാളെ ഇടപെടില്ല. ഇത് ആദ്യത്തെ ചർച്ച നടക്കുന്നത്, ഞാൻ ഇതിലെ ചർച്ച പൂർണ്ണമായും കേട്ടില്ല. ആദ്യ ചർച്ച August 5-നാണ്. DLOയുടെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അന്ന് ഈ 300 രൂപയുടെ പ്രശ്നം വരുന്നില്ല. അന്ന് അവിടെ എടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൺസ്ട്രക്ഷനും അതുമായി ബന്ധപ്പെട്ട വർക്കുകളിൽ തദ്ദേശവാസികൾക്ക് മതിയായ പരിഗണന കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ തീരുമാനിക്കുമെന്ന് പറഞ്ഞ് തൊട്ടടുത്ത ദിവസം August 6-ന് വീണ്ടും ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ഈ ഒരു തീരുമാനം വന്നു. 300 രൂപ കൊടുക്കണം, 150 എടുക്കണം. പിന്നെ ഇത് ആരാണ് അട്ടിമറിച്ചതെന്ന് ഇപ്പോൾ മിനിസ്റ്റർക്ക് മനസ്സിലാകുന്നില്ലേ? തൊഴിലാളികൾ സമ്മതിച്ചതിന് ശേഷം കുറേ ഉദ്യോഗസ്ഥന്മാരുടെ ബിനാമിയും കോൺട്രാക്ടറും ഇവരുടെ ഇടയിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം. എന്നിട്ട് ആ ചർച്ച ഇന്ന് നടന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് നടന്നു. 270 265 ആണെങ്കിലും തൊഴിലാളികൾ സമ്മതിക്കാൻ പകുതി. ഇവിടെ 300 രൂപ 250 കൊടുക്കാൻ തയ്യാറാവുള്ളൂ. മാത്രമല്ല 150 രൂപ കോൺട്രാക്ടർ നിശ്ചയിക്കുന്ന ആളുകൾക്ക് കൊടുക്കണം, ബാക്കി 100 രൂപ തൊഴിലാളിക്ക് കൊടുക്കണം. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് തൊഴിലാളികൾ, ഇന്ന് തൊഴിൽ നേതാക്കന്മാർ, തൊഴിലാളി യൂണിയൻ നേതാക്കന്മാരും DLOയുമായി ചർച്ച നടന്നിട്ടുണ്ട്. 265 പറ്റൂ, അതിന് പകുതി എടുക്കാൻ 50-50 പറ്റില്ല എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം. 1200 രൂപ കോൺട്രാക്ടർമാർക്ക് കിട്ടുന്നുണ്ട്. അതിൽ 300 രൂപയല്ലേ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നുള്ളൂ. അപ്പോൾ ഇത് അവിടെ തദ്ദേശീയരായ തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം. ഇത് ആരാണ് അട്ടിമറിച്ചതെന്ന് അറിയാമല്ലോ. ഈ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട ആളുകളാണ് അട്ടിമറിച്ചത്. അതിൽ അന്വേഷിക്കേണ്ട കാര്യമാണ് അവിടുത്തെ സാഹചര്യങ്ങളിൽ. പിന്നെ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് സർക്കാരിന്റെ കാര്യം. അതാണ് ഞാൻ പറഞ്ഞത്. August 5-നാണല്ലോ ആദ്യത്തെ ചർച്ച നടന്നത്. ഇന്ന് എത്രയാ? സെപ്റ്റംബർ എത്രയായി? 12 ആയി. പക്ഷേ അങ്ങനെയൊരു കാര്യം അറിയുമല്ലോ, സാധാരണഗതിയിൽ ഈ ശബരിമല തീർത്ഥാടനത്തിനൊക്കെ ഇത്രയും മുൻപ് ഒരു സർക്കാർ ഇത്രയും അവലോകന യോഗങ്ങളൊന്നും വിളിക്കുന്നത് നാം കണ്ടിട്ടില്ല. ഇപ്പൊ 63 ദിവസമുണ്ട്, 5 അവലോകന യോഗങ്ങൾ ഏറ്റവും കുറഞ്ഞത് കഴിഞ്ഞിട്ടുണ്ട്. അവലോകന യോഗത്തിൽ ഞാൻ പറഞ്ഞ ഈ ഇഷ്യൂനെ സംബന്ധിച്ച് August 5-ന് നടന്ന സംഭവം August 5 മുതൽ ഇതിങ്ങനെ കിടന്ന് നീറി സങ്കീർണമാവുകയായിരുന്നു എന്ന്. ഹലോ, എന്നോടാണോ? അതെ. അല്ല, ഈ August 5-ന് ഒരു പ്രശ്നമുണ്ടായാൽ ഡിസ്ട്രിക്ട് ലേബർ ഓഫീസർ ആ പ്രശ്നത്തിൽ തുടർച്ചയായിട്ട് ഇടപെടുകയല്ലേ? എന്തിനാണ് അത് വിശ്വാസികളുടെയും അവകാശികളുടെയും പ്രശ്നമാക്കുന്നത്? അവിടെയുള്ള തൊഴിലാളികളുടെ, അവിടെയുള്ള നാട്ടുകാരുടെ പ്രശ്നമല്ലേ? അത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നതിന് പകരം അതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കേണ്ട കാര്യം എന്താ? ഏറ്റവും മോശപ്പെട്ട നിലപാടല്ലേ പത്മകുമാറും കൂട്ടരും സ്വീകരിക്കുന്നത്? ഞാൻ വർഗീയത്തിന് ഒരു പ്രശ്നവും പറഞ്ഞിട്ടില്ല മിനിസ്റ്റർ. വർഗീയമായ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല അതിൽ. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളാണ് ഗവൺമെന്റ് ഇടപെടണം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, വിശ്വാസികൾ ഇടപെടുമെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, അവര് വിശ്വാസികളല്ലേ? അവര് CITയിൽ അംഗമായിരുന്നാലും BMS അംഗമായിരുന്നാലും INTC അംഗമായിരുന്നാലും
അവർ അയ്യപ്പ ഭക്തരല്ലേ? ആ വനത്തിൽ ജീവിക്കുന്നവരല്ലേ? അവരുടെ അവകാശമല്ലേ അവർ അല്ലല്ല, ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞത് അതല്ല. ഓഗസ്റ്റ് 6 ഉണ്ടാക്കിയ ധാരണ തെറ്റിച്ചത് ആരാണെന്ന് ഗവൺമെന്റ് ഇതുവരെ മനസ്സിലായില്ല എന്നുള്ളതാണ് പ്രശ്നം. പത്മകുമാർ കോൺട്രാക്ടർമാരാണ് ധാരണയിൽ നിന്ന് പിന്മാറിയതെങ്കിൽ ശക്തമായ അതാണ് എടുക്കാൻ ഇത് മാത്രമല്ല ദേവസ്വം മിനിസ്റ്റർ ഈ കോൺട്രാക്ടർമാരെ പിടിക്കണ്ടേ? 1200 രൂപ അല്ലാതെ തന്നെ അതിന്റെ സിംഹഭാഗം എടുക്കുകയാണ്. പിന്നെ ഇതൊരു കരാർ പരിപാടിയാണ്. ദേവസ്വം ഈ പരിപാടികളെല്ലാം കരാറായി കൊടുക്കുകയാണ്. ഇതിലെല്ലാം അപ്പോ താല്പര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്, അത് പിടിക്കണ്ടേ? അവിടെ ഒത്തിരി കൊള്ളരുതായ്മകൾ നടക്കുന്ന ഒരു സ്ഥലമാണ് വേണു ഈ ശബരിമലയും പരിസരങ്ങളും. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും നമുക്ക് പോകാൻ സാധിക്കുന്നില്ല ഇപ്പോ. ഏതായാലും ഈ കരാറുകാരാണ് കൊള്ളരുതായ്മ കാണിച്ചിട്ടുള്ളതെങ്കിൽ കരാറുകാരെ നിലക്ക് നിർത്താൻ ഈ ഗവൺമെന്റ് അറിയാം. ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും, ഒരു സംശയവും വേണ്ട. ശരി, നന്ദി മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചാൽ. എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം അതിഥികളിലേക്ക് തിരികെ എത്താം. കോൺട്രാക്ടറുടെ പ്രതിനിധിയും ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹത്തിലേക്കും പോകാം.